കൂട്ടുകാരി, ഞാൻ നിങ്ങളുണ്ടോടാ. നമുക്കിന്ന് കുറച്ച് പർച്ചേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാലോ? ഞാനും അമ്മയും കൂടി പർച്ചേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൂർക്ക് പോവാണ്. ഈ ഒരു ബസ് തുള്ളിച്ചാടി വരുന്നുണ്ടേ. ഞങ്ങൾ അതിലോട്ട് കയറിയിട്ട് ഉള്ളൂർക്ക് പോവുകയാണേ. ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കിയിട്ട് ഇരിക്കാം. പിന്നെ അങ്ങോട്ട് കരിമ്പക്കാട്ടിൽ ആന കയറിയതുപോലെ ആയിരുന്നു. കണ്ണി കണ്ട സാധനങ്ങളെല്ലാം വാരി പറക്കിയെടുത്തേ. മോന്തിമ്മി തേക്കുന്ന സ്ക്രബും ലിപ്സ്റ്റിക്കും ഐലൈനറും നല്ല കുലുത്ത സാധനങ്ങളെല്ലാം വാരി പറക്കിയെടുത്തു. പിന്നെ എന്തുട്ടാ കണ്ടീഷണറോ ലിപ്സ്റ്റിക്കോ ഐലൈനറോ കാതിലിടാൻ വേണ്ടിയിട്ട് സ്റ്റഡോ അങ്ങനെ ഇങ്ങനെ അലുത്ത് കുലുത്ത സാധനങ്ങളൊക്കെ വാരി എടുത്തായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും തലയിൽ ഇരാൻ വേണ്ടിയിട്ടുള്ള വലിയ വല്ലുള്ള ചീപ്പായിരുന്നു അന്വേഷിച്ചു പോയത്. അതും കിട്ടി ഞങ്ങൾക്ക്. തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു എമണ്ടൻ സ്ലൈഡും അതും ഇതും ലിപ്സ്റ്റിക്കും എന്താ പറയുക, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാരി വലിച്ചെടുത്ത് കവറിലാക്കിയിട്ട് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അവിടെയുള്ള പെണ്ണുമ്പിള്ള ഇനിയും വേണോ മോളെ, ഇനിയും വേണോ മോളെ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു പുറകെ ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും വാങ്ങിച്ചതെല്ലാം ബില്ല് കൊടുത്തിട്ട് വാരി പറക്കി കൂട്ടിയെടുത്തു. കയ്യിലൊരു കവറുമായിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് ഒരു ജ്യൂസ് കടയിലായിരുന്നു. എൻ്റെ പൊന്നു മക്കളേ, ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. ഞങ്ങൾ 2 ഷാർജ ഷെയ്ക്ക് ഓർഡർ ചെയ്തു. നല്ല അടിപൊളി നല്ല കിടുമ്പൻ സാധനമായിരുന്നു എൻ്റെ പൊന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഷാർജ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിടുക്കത്തിലായിരുന്നു. അപ്പോഴാണ് ആ സ്ട്രോയിൻ്റെ ഉള്ളിലേക്ക് ഒരു കശുവണ്ടിയോ കപ്പലണ്ടിയോ എന്തോ സൂന അതിൻ്റെ ഉള്ളിലോട്ട് കയറി കുടുങ്ങി. അത് തട്ടിക്കൊടഞ്ഞെണീറ്റ് ആ കൊച്ചിൻ്റെ വായിലോട്ടെടുത്ത് കോലും കുത്തി ഇറക്കി അത് വലിച്ചു കുടിച്ചു. വാ അടിപൊളി. എന്തായാലും ഷാർജ ഷെയ്ക്ക് കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു. ബസ്സിലോട്ട് കയറി വീട്ടിൻ്റെ സ്റ്റോപ്പിലോട്ട് അങ്ങോട്ട് തള്ളിക്കൊണ്ട് ഇറങ്ങി. നേരെ വീട്ടിലോട്ട് വച്ച് പിടിച്ച എൻ്റെ പൊന്നു മക്കളെ, കവറിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ശുഷ്കാന്തിയിലാട്ടോ ഓടുന്നത്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി നോക്കി പിടിച്ച് ദേ നടന്നു പോവുകയാണ് കേട്ടോ. ഞാൻ നേരെ വീട്ടിലെത്തി. എൻ്റെ പൊന്നേ, വെയിലും കൊണ്ട് നടന്ന് തളർന്ന് വീട്ടിലോട്ട് ദേ എത്തി. ഞങ്ങളെ പട്ടിക്കുട്ടീനെ കാണാനില്ലല്ലോ. ഞങ്ങളുടെ ബേലി അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അടിയിലോട്ട് ഓടി വരുന്നതാണ്. അവളെ കാണുന്നില്ല. അവൾ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങുമായിരിക്കും. എന്തായാലും ഗേറ്റ് അങ്ങോട്ട് തുറന്നു. ഞാൻ എന്താ ഒരു പിടുത്തമാണല്ലോ ഗേറ്റിന്. തുറന്നു. അപ്പം ഞാൻ അങ്ങോട്ട് തള്ളിക്കൊണ്ട് കയറുകയാണ്. കയറി നോക്കട്ടെ എന്തൊക്കെയുണ്ടത്.